സ്വന്തം എന്നതിൻ്റെ അർത്ഥം എന്താ? സ്വന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി നിയമപ്രകാരം ഉപയോഗിക്കാവുന്ന ഒരു വസ്തു. പക്ഷേ സ്വന്തം ഭൂമിയുള്ള ആളുകൾക്ക് ആ ഭൂമി സ്വന്തമായി ഒരു നിർമ്മാണം നടത്തണമെങ്കിൽ, അതിനൊരു മാർക്കറ്റബിൾ ടൈറ്റിൽ കിട്ടണമെങ്കിൽ, നിലം എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന് പണം കൊടുത്താലേ അത് സ്വന്തമായി ഉപയോഗിക്കാൻ അത്തരത്തിൽ പറ്റുകയുള്ളൂ എന്നൊരു വ്യവസ്ഥയുണ്ട്. ആ നിയമത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം. ഇവിടെ പറയുന്നത് 25 സെൻറ്റിന് താഴെയുള്ള വസ്തു അത് തരം മാറ്റം വേണ്ടി വന്നാലും അതിന് നിങ്ങൾ ആ തരം മാറ്റത്തിൻ്റെ പേരിലുള്ള ഒരു പൈസയും അടയ്ക്കേണ്ട എന്ന് നിലവിൽ ഉത്തരവുണ്ട്. അവിടെ ചോദ്യം, നിങ്ങളുടെ കൈവശം 25 സെൻറ്റിൽ താഴെയുള്ള ഭൂമി തരം മാറ്റത്തിന് നിങ്ങൾ കൊടുത്തു, അതുകൂടാതെ വേറെ ഭൂമി ഉണ്ടെങ്കിലോ? ഒരുപാട് തവണ അങ്ങനെ വേറെ ഭൂമിയുണ്ട് എന്നതിൻ്റെ പേരിൽ ഈ തരംമാറ്റ അപേക്ഷകളിൽ സൗജന്യം നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ അതിനെപ്പറ്റി ഇതുമായി ബന്ധപ്പെടുത്തിയ സ്പഷ്ടീകരണ സർക്കുലർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആ സർക്കുലർ ഇങ്ങനെയാണ് പറയുന്നത്: അപേക്ഷകൻ്റെ തണ്ടപ്പേരിലോ കൂട്ടുതണ്ടപ്പേരിലോ 30/12/2017 മുമ്പായോ അതിനുശേഷമോ ആർജിച്ച ഭൂമി നിലമായോ പുരയിടമായോ നിലവിൽ കൈവശമുണ്ടെങ്കിലും അപേക്ഷാ വസ്തു 30/12/2017 തീയതി പ്രാബല്യത്തിൽ 25 സെൻറ്റിൽ അധികരിക്കാത്തതും വിജ്ഞാപനം ചെയ്യപ്പെടാത്തതുമായ ഭൂമിയാണെങ്കിൽ അത്തരത്തിലുള്ള ഭൂമി സൗജന്യ നിരക്കിലുള്ള തരം മാറ്റം അനുവദിക്കാവുന്നതാണ്. അപേക്ഷകൻ്റെ കൈവശം, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷകൻ്റെ കൈവശം മറ്റു തരത്തിലുള്ള ഭൂമി ഉണ്ടാകാൻ പാടില്ലെന്ന് ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ അക്കാര്യം പരിഗണിക്കേണ്ടതില്ല.